വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ ബ്രഷ് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഫംഗ്ഷൻസിനും വെഡ്ഡിങ്സിനും ഒക്കെ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ആക്സസറി ആണല്ലോ ഈ ബ്രൂച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറിലും ബീഡ്സും ഒക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് പീച്ച് ഷെയ്ഡിലുള്ള 3mm ബീഡ്സും 2mm ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ബീഡ്സും 4mm വൈറ്റ് കളറിലുള്ള ബീഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ യൂസ് ചെയ്തിരിക്കുന്നത് 0.3mm കോപ്പർ വയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇതുപോലെ വയർ കട്ട് ചെയ്ത് ആവശ്യത്തിനുള്ള വയർ കട്ട് ചെയ്യുക. അതിനുശേഷം അത് നടുവേ മടക്കിയിട്ട് നടുവിൽ ഒരു ബീഡ് വെച്ചിട്ട് ലോക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതിലേത് ബീഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ ചെറിയ ബീഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പീച്ച് എടുത്തു. ഈ ആദ്യമേ നമ്മൾ സെൻറ്ററിൽ മടക്കിയതിന് ശേഷം ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് സൈഡിലേക്കും നമ്മുടെ ഗിയർ വയർ അല്ല കോപ്പർ വയർ ഉണ്ട്. രണ്ട് സൈഡിലുള്ളത് കൊണ്ട് രണ്ട് സൈഡിലും മാറി മാറി ഇതുപോലെ നമ്മൾ ഓരോരോ ബീഡ്സുകൾ ചുറ്റി അത് സെൻറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും ജോയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബീഡ്സ് കളറും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. 3 ബീഡ്സും 3 കളറും ഒരു കോമ്പിനേഷനായിട്ട് തന്നെ അവിടെ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേക്കിംഗ് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നമ്മുടെ കോപ്പർ വയർ ലെങ്തിൽ കട്ട് ചെയ്തിട്ട് ചെയ്യാം. ഞാനിവിടെ ബിഗിനേഴ്സും കൂടെ ഈ വീഡിയോസ് കാണുന്നതായതുകൊണ്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് അതിനെ ഒന്നിച്ച് കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം.
അപ്പോൾ ഇത് നമ്മുടെ അതിൻ്റെ ഒരു പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ 3 പീസുകൾ നമ്മൾ 3 പീസായിട്ടാണ് ഞാൻ ചെയ്തിട്ടിരിക്കുന്നത്. ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ പീസസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ശേഷം നെക്സ്റ്റ് വണ്ണും ഇതുപോലെ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഈ അറേഞ്ച് ചെയ്യുന്നത് നിങ്ങൾ ആദ്യമേ ചെയ്യണമെന്നില്ല. എല്ലാം കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിലേക്ക് നമ്മുടെ ബീഡ്സിനെ മാറ്റാവുന്നതാണ്. കാരണം കോപ്പർ വയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അതിന് ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് എല്ലാം കണക്ട് ചെയ്തതിന് ശേഷം മാറ്റിയെടുക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.